ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കളർ കണ്ടാൽ തന്നെ അറിയാം, പിസ്ത കേക്കിൻ്റെ റെസിപ്പിയാണ്. അത് നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതും നമ്മൾ മെഷർ കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് വേണ്ടത് ഈ ഒരു ഗ്ലാസ് മൈദയാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസിൻ്റെ നമ്മൾ മെഷറിംഗ് കപ്പ് യൂസ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ കണക്കിനാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി ഈ ഒരു ഗ്ലാസ്സിന് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ കണക്കിനാട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യണം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാം. അപ്പം 4 എഗ്ഗാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 4 എഗ്ഗ് എടുത്തത് ബീറ്റ് ചെയ്യുകയാണ്. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഹൈ സ്പീഡിലാക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലതുപോലെ നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത്. നമ്മൾ കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് 11 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക. നമ്മൾ കോക്കനട്ട് ഓയിലൊന്നും എടുക്കരുത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടീസ്പൂണ് പിസ്തൻ്റെ എസൻസ്, എന്നിട്ടൊന്നും കൂടെ ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്യരുത്. ഓവറായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ഇത് കേട് വരാനുള്ള പൊങ്ങാനുള്ള ചാൻസ് കുറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു സ്പാച്ചുല വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ഈ മൈദയൊക്കെ എടുത്ത് നന്നായിട്ട് അരിച്ചിട്ടാണ് നമ്മൾ എടുത്തത്. നമ്മൾ എത്രത്തോളം അരിക്കണോ അത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിൽ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിനി ഹെയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുക്കറിൻ്റെ വിസിലൊക്കെ മാറ്റി അടിയിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ട് അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 30 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കുക. ഇനി 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തി നോക്കുക, വെന്തണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പിസ്താഷ്യൂ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.